ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സെയ്ദ് ഷാജാൻ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഈ ഒരു വാഹനം മാരുതി സുസുക്കിയുടെ എർട്ടിഗയാണ്. 2018 ലാസ്റ്റ് മോഡലാണ്. അപ്പോൾ ഈ ഒരു വാഹനം ഡീസൽ വേരിയൻറ്റും കൂടിയാണ്. അപ്പോൾ സ്മാർട്ട് ഹൈബ്രിഡ് ആണ് ഈ ഒരു വാഹനം. അപ്പോൾ SHVS ആണ് വരുന്നത്. ഡീസൽ വേരിയൻറ്റിൽ സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഫ്യൂവലിനെ കുറച്ചുകൊണ്ട് മൈലേജ് കൂട്ടാൻ വേണ്ടി ഇറക്കിയ ഒരു രീതിയാണ്, സ്മാർട്ടായിട്ട് ഇറക്കിയ രീതിയാണ് ഇത്. സിയാസ്, എർട്ടിഗ അങ്ങനത്തെ വാഹനങ്ങളിലൊക്കെ ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് ഇറങ്ങിയ മോഡലും കൂടിയാണ് ഡീസൽ വേരിയൻറ്റ് ഈ ഒരു എർട്ടിഗ. അപ്പോൾ ഈ ഒരു വാഹനം എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ട് കർണാടകയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഓടി വന്നൊരു വാഹനമാണ്. അപ്പോൾ ഒരാഴ്ച മുന്നേ വിളിച്ച് കോൺടാക്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അത്രയും ദൂരം ഓടി വന്നു. തലേ ദിവസം വൈകിട്ടോടുകൂടി ഇവിടെ എത്തി. ഇവിടെ നെടുമങ്ങാട് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരപ്പോൾ സ്റ്റേ ചെയ്യുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ദിവസം കൊണ്ട് 1,00,000 കിലോമീറ്ററിൻ്റെ സർവീസ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അന്നത്തെ ദിവസം വേറെ വർക്കൊന്നും എടുത്തില്ല. രാവിലെ മോർണിംഗ് ഒരു 8 മണിക്ക് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ കൂടി തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നു. 1,00,000 കിലോമീറ്ററിൻ്റെ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ടൈമിംഗ് ചെയിൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ EGR ക്ലിയറിങ്, ഇൻ്റർകൂളർ, സൈലൻസർ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ 4 വീല് ബ്രേക്ക്, ഫിൽറ്ററും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യും. കംപ്ലീറ്റ് ഒരു വാഹനത്തിൻ്റെ A to Z എല്ലാം നോക്കി ക്ലിയർ ചെയ്യുന്നതായിരിക്കും. നമ്മളെ പ്രതീക്ഷിച്ച് ഏകദേശം ഒരു 900 കിലോമീറ്റർ വൺ സൈഡ് ഓടി വന്നൊരു വാഹനമാണ്. KA ആണ് കർണാടക രജിസ്ട്രേഷനുള്ള ഈ ഒരു വാഹനം. നമ്മൾ എത്രത്തോളം കെയർ ചെയ്ത് കറക്റ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ തീർത്ത് കൊടുക്കുന്നതായിരിക്കും ഈ ഒരു വാഹനം. ഒരു ദിവസം കൊണ്ട് ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ രാവിലെ ഞാൻ ഇറങ്ങി. അപ്പോൾ നമുക്ക് കസ്റ്റമറിനെ വെയിറ്റ് ചെയ്തിപ്പിക്കാതെ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ഈ വീഡിയോയിൽ കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത് സ്മാർട്ട് ഹൈബ്രിഡ് എർട്ടിഗ ഡീസൽ വേരിയൻറ്റ് 2018 മോഡലാണ്. 1,00,000 കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഈ ഒരു വാഹനത്തിൻ്റെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. KA05M ആണ് ഈ കർണാടക രജിസ്ട്രേഷനുള്ള ഈ ഒരു വാഹനം. ബാംഗ്ലൂരിൽ നിന്ന് ഓടി വന്നതാണ് ഈ ഒരു വാഹനം. അപ്പോൾ വാഹനത്തിൻ്റെ ഒരു ദിവസം കൊണ്ട് തന്നെ തീർത്ത് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടൈമിംഗ് ചെയിൻ, EGR, ഇൻ്റർകൂളർ, പിന്നെ സൈലൻസർ ക്ലീനിങ്, പിന്നെ സർവീസ് വർക്ക്, 4 വീല് ബ്രേക്ക് എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ സ്മാർട്ട് ഹൈബ്രിഡ് സിസ്റ്റം ഞാൻ ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു ഒരു സിയാസിൽ. അതുപോലെ തന്നെ അതിൻ്റെ ISD മോട്ടറും കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു എന്തൊക്കെയാണ് എങ്ങനെയാണ് വർക്കിംഗ്. അപ്പോൾ ഇതിൽ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കുറച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നേ ഉള്ളൂ. ഒരുപാട് വീഡിയോ നമ്മൾ അതേ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. ഈ ഒരു വാഹനത്തിൻ്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,05,478 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല കെയർ ചെയ്ത് ഓടുന്ന ഒരു വാഹനം, സിംഗിൾ ഓണർ വാഹനം കൂടിയാണ് ഈ ഒരു വാഹനം. അപ്പോൾ ക്ലച്ച് കമ്പനിയിൽ നിന്ന് ഇടയ്ക്ക് മാറിയിട്ടുണ്ട്. ക്ലച്ച് നല്ല ഫ്രീ ആണ്, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബ്രേക്ക് കുറവുണ്ട്, ബ്രേക്ക് പെഡൽ കുറവുണ്ട്, താഴ്ന്നു പോകുന്നൊരവസ്ഥയുണ്ട്. ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് നോക്കണം. പിന്നെ സർവീസ് വർക്ക്, 1,00,000 കിലോമീറ്ററിൻ്റെ സർവീസ് വർക്കും, ടൈമിംഗ് ചെയിൻ, EGR, നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. വേറെ ഞാൻ ഓടിച്ച് നോക്കിയതിൽ ബ്രേക്ക് കുറവുണ്ട്, ഹാൻഡ് ബ്രേക്ക്, അതുപോലെ തന്നെ പുള്ളിങ് കുറവുണ്ട്, വലിവില്ല. വലിവെന്ന് പറഞ്ഞാൽ EGR മൊത്തം ബ്ലോക്ക് ആയിരുന്നതുകൊണ്ട് ബ്ലാക്ക് സ്മോക്കും വലിവും കുറഞ്ഞ് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് കസ്റ്റമർ എന്നോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എൻജിനും ഒന്ന് കണ്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. അങ്ങനെ ഈ കാണുന്നതാണ് സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ എൻജിൻ. ഇത് സ്വിഫ്റ്റ് ഡീസൽ സെയിം എൻജിനാണ്. അതുപോലെ തന്നെ ഈ പുതിയ ലാസ്റ്റ് ഇറങ്ങിയ മോഡലാണ് 1.5 ഡീസൽ എഞ്ചിൻ. അതിന് കുറച്ച് വ്യത്യാസം കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് ടാറ്റ ഹാരിയറിൻ്റെ സെയിം എഞ്ചിനാണ് 1.5 വരുമ്പോൾ. ഇത് 1.3 സാധാരണ ഡീസൽ എഞ്ചിനാണ് സ്വിഫ്റ്റിൻ്റെ. അപ്പോൾ ഇതിൽ സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ISD മോട്ടർ ഇതായി കാണുന്നതാണ്. അതിൻ്റെ ബെൽറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനോടൊപ്പം ചേഞ്ച് ചെയ്യണം. പിന്നെ നമുക്ക് ഓയിൽ, എഞ്ചിൻ ഓയിൽ സെമി സിന്തറ്റിക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ ഇതായി കാണുന്നതാണ്. ഈ ഒരു വാഹനം ബ്രസ്സ, അതുപോലെ തന്നെ ഈ ഒരു എർട്ടിഗ അങ്ങനത്തെ സെയിം ആണ് കേട്ടോ. മേളിൽ കവറിന് പകരം എയർ ഫിൽറ്ററൊക്കെ ബോഡി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സ്വിഫ്റ്റിൻ്റെ ഏകദേശം സെയിം ആണ്. ന്യൂ മോഡൽ സ്വിഫ്റ്റിൻ്റെ മൗണ്ടിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് സ്മാർട്ട് ഹൈബ്രിഡ് ആയതുകൊണ്ട് ഈ ഒരു വാട്ടർ പമ്പ് നമുക്ക് ഇളക്കേണ്ട കാര്യമില്ല. വാട്ടർ പമ്പ് കുറച്ച് നീളത്തിനാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഇളക്കേണ്ട കാര്യം വരുന്നില്ല. നമുക്ക് ടൈമിംഗ് കവർ ഇളക്കി ടൈമിംഗ് ചെയിൻ മാറിവിടാം എന്നുള്ളതാണ്. ഇതിൻ്റെ മാനിഫോൾഡ് നമുക്ക് ഇളക്കണം, EGR ഇളക്കണം, മൊത്ത കാര്യങ്ങളും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇത് ആദ്യം നമുക്ക് ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ കൂളൻ്റ് വാട്ടർ നമുക്ക് ചോർത്തി വിടണം, അതുപോലെ തന്നെ എഞ്ചിൻ ഓയിലും നമുക്ക് ചോർത്തി വിടണം. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഏതോ ഒരാൾ ഇലക്ട്രിക് ലൈൻ കൊടുത്തിരിക്കണുണ്ടോ. ഇത് പോസിറ്റീവ് വയറാണ്. ഇത് നേരെ ഈ ബോഡിയിൽ ടച്ച് ആയതുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ വയറിങ് എല്ലാം കട്ടായി പോയിട്ടുണ്ട്. ഇത് എർത്തുമായിട്ട് ഇത് പിടിക്കുകയാണെങ്കിൽ ഫീസ് കട്ടാവാം, ഷോർട്ടാവാം, തീ പിടിക്കാൻ വരെ സാധ്യത ഉണ്ട്. അത് നമ്മൾ ക്ലിയർ ചെയ്ത് വിടുന്നതായിരിക്കും. ഇങ്ങനെ ഒരു കാരണവശാലും ഓടാൻ പാടില്ല. ഇത് മെറ്റൽ ഭാഗത്ത് ബോഡിയായിട്ട് ടച്ച് ആവാനും പാടില്ല. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കണം. അപ്പോൾ വയറിംഗ് ഒക്കെ എന്തെങ്കിലും വിഷയം നിങ്ങൾ കാണുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ അടുത്തുള്ള വർക്ക്ഷോപ്പിലും ഇലക്ട്രീഷ്യൻ്റെ കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ പരിഹരിച്ചുകൊണ്ട് നിങ്ങൾ വാഹനം ഓടിക്കുക. സ്പാർക്ക് ആവാനൊക്കെ സാധ്യത ഉണ്ടാവും. അപ്പോൾ അത് മെയിനായിട്ടുള്ള കാര്യമാണ്.
അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് വിടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാം ഇളക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. ഇതിനോടൊപ്പം നമ്മൾ റാമ്പിലിട്ടാണ് ചെയ്യുന്നത്. റാമ്പിലിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് എഞ്ചിൻ ഓയിലും ചോർത്തി കുളനും ചോർത്തിയിട്ട് EGR നമുക്ക് ഫസ്റ്റ് ഇളക്കാം. ഞാൻ രാവിലെ മോർണിംഗ് ഒരു 8 മണിക്ക് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. സമയം 8:05. ഇനി നമുക്ക് എല്ലാം ഇളക്കി ഒരു 10-11 മണിക്കകത്ത് എല്ലാം ഇളക്കി സ്പെയറൊക്കെ മേടിച്ച് വൈകിട്ടോട് കൂടി ഒരു വാഹനത്തിൻ്റെ കംപ്ലീറ്റ് വർക്കും തീർത്ത് രാത്രി പോകണമെന്നാണ്, തിരിച്ച് ബാംഗ്ലൂർ പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ദിവസത്തെ ഫുള്ളായിട്ടുള്ള വർക്കാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഇളക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അങ്ങനെ എർട്ടിഗയുടെ സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ISG മോട്ടർ നമ്മൾ ഇളക്കി മാറ്റിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ടൈമിംഗ് ചെയിൻ ഇളക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ. അതിനോടൊപ്പം മാനിഫോൾഡും ഇളക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് പാടുള്ള വർക്കാണ്. റാമ്പിലിട്ടേ ചെയ്യാൻ പറ്റുമോ. അതിനോടൊപ്പം നമുക്ക് ഗിയർ ബോക്സ് ഓയിൽ, ആക്സിൽ ഇതൊക്കെ ഇളക്കി മാറ്റണം. കണ്ടോ, ഗിയർ ബോക്സ് ഓയിൽ ചോർത്തണം. ആക്സിൽ ഇളക്കിയാൽ ISG മോട്ടർ, ഈ കാണുന്ന മോട്ടർ ഇളക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ. ഇളക്കിയെടുത്താൽ മാത്രമേ നമുക്ക് ടൈമിംഗ് ചെയിൻ, EGR എല്ലാ കാര്യങ്ങളും ഇളക്കാൻ കഴിയത്തുള്ളൂ. അതിനോടൊപ്പം PCBയുടെ ചെറിയ ഹോസ് കട്ടായി ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ഇതിനോടൊപ്പം ചേഞ്ച് ചെയ്ത് കറക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് സ്പ്രിങ് ലോഡ് ചെയ്ത് നമുക്ക് ലോക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് പുതിയ ബെൽറ്റ് ഇട്ടതിന് ശേഷം ലോക്ക് എടുത്ത് വിടുന്നതായിരിക്കും. അപ്പോൾ എയർ ഫിൽറ്റർ കസ്റ്റമർ കൊണ്ടുവന്നു. അതിനോടൊപ്പം എഞ്ചിൻ ഓയിലും കൊണ്ടുവന്നിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ കാസ്ട്രോൾ മാഗ്നറ്റിക് എന്ന് പറഞ്ഞ 5W30 ഓയിലാണ്. അത്യാവശ്യം നല്ല ഓയിലാണ്. ഇത് CNG, ഹൈബ്രിഡ്, ഡീസൽ, പെട്രോൾ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന കാസ്ട്രോളിൻ്റെ ഓയിലാണ്. അപ്പോൾ ഇതും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാങ്ങേണ്ടത് ടൈമിംഗ് ചെയിൻ്റെ കിറ്റ് എല്ലാം എടുക്കണം. കിറ്റെന്ന് മാരുതിയുടെ ഒറിജിനലാണ്, സാധാ സ്വിഫ്റ്റിൻ്റെ സ്പെയർ ആണ് എല്ലാം. അതുപോലെ തന്നെ അഡ്ജസ്റ്റ് 2 ഗേഡ്, സ്പ്രോക്കറ്റ് 2 സ്പ്രോക്കറ്റും, പിന്നെ ഫ്ലാഞ്ച് ഓയിൽ സീൽ, ടൈമിംഗ് കവർ പാക്കിംഗ്, ഇത്രയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ തെർമോസ്റ്റാറ്റ് ഞാൻ കസ്റ്റമറിനോട് ചോദിച്ചപ്പോൾ അത് ഒരു പ്രാവശ്യം മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ തെർമോസ്റ്റാറ്റ് ചെയ്യുന്നില്ല. മാനിഫോൾഡ് ഇളക്കി ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രൊസീജിയർ വർക്ക്. അപ്പോൾ 1,00,000 കിലോമീറ്ററിൻ്റെ സർവീസ് കഴിഞ്ഞിട്ടാണ് ഇവിടെ 5000 കിലോമീറ്റർ കൂടെ ഓടിയിട്ട് വന്നത്. ഡീസൽ ഫിൽറ്റർ മാറിയിട്ടുണ്ട്, ഗിയർ ബോക്സ് ഓയിൽ മാറിയിട്ടുണ്ട്, പിന്നെ ഓയിൽ മാറിയിട്ടുണ്ട്. ഓയിൽ 5000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പുതിയ ടൈം എഞ്ചിൻ എന്തായാലും മാറുമ്പോൾ ഓയിൽ മാറണം. പിന്നെ 4 വീല് ബ്രേക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ബ്രേക്ക് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് കൊള്ളിച്ചിടണം. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കും സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം പ്രോപ്പറായിട്ട് ക്ലീനിങ് പ്രോസസ്സിങ് നടക്കുകയാണ്. ഈ കാണുന്ന ടൈമിംഗ് കവറുണ്ട്. ടൈമിംഗ് കവർ നല്ല ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. ഈ കാണുന്ന ഓയിൽ സ്റ്റെയിനറാണ്. ഇതിൽ മണ്ണും കാര്യം പൊടിയൊന്നും ആവരുത്. അങ്ങനെ മാനിഫോൾഡ് ഇളക്കി, ISG മോട്ടർ ഇളക്കി, അതിനോടൊപ്പം ടൈമിംഗ് ചെയിൻ എല്ലാം ഇളക്കി ഈ ഡിഷിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നമ്മൾ മാനിഫോൾഡിലുള്ള കാർബൺ ഡെപ്പോസിറ്റിൻ്റെ അളവ് ഈ കാണുന്ന വാൾവ് കണ്ടാൽ അറിയാം. വാൾവിന് ഒരു 50% മാത്രമേ ഉള്ളൂ. ഇത് ഇടയ്ക്കിടയ്ക്ക് റൈസ് ചെയ്ത് ഓടുമ്പോൾ ഇതിനകത്തുള്ള കാർബൺ ഡെപ്പോസിറ്റ് സൈലൻസർ വഴി പോയി കത്തിപ്പോവാൻ സാധ്യത ഉണ്ട്. അപ്പം ഒരു മീഡിയം ലെവലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിനാണ് റൈസ് ഒന്നും ചെയ്യാതെ ഒരേ കണക്കിന് ഐഡലിങ്ങിൽ നിന്ന് പോകുന്ന ഒരേ സ്പീഡ് ഒരു 60, 50, 40 അങ്ങനെയൊക്കെ പോകുന്ന ഒരു വാഹനത്തിനാണെങ്കിൽ ഇത്രത്തോളം ഇതിനേയും കാലം കരി കയറും എന്നുള്ളതാണ്. നിങ്ങളൊരു 5000 കിലോമീറ്റർ കൂടുമ്പോൾ ഒരു 50 കിലോമീറ്റർ നല്ല റൈസ് ചെയ്ത് ഓടിയാൽ ഇടയ്ക്ക് ഒരു 50 കിലോമീറ്റർ നല്ലൊരു 3000-3500 RPM ഒക്കെ ഒന്ന് ചവിട്ടിപ്പിരിക്കണം എന്നാണ്. ചവിട്ടിപ്പിരിക്കണ്ടെന്ന് പറയാനില്ല, ആക്സിലേറ്റർ. അപ്പോൾ പിരുത്ത് കഴിഞ്ഞാൽ കാർബൺ ഡെപ്പോസിറ്റ് അടഞ്ഞ് വലുതായിട്ട് കൂടത്തില്ല. അപ്പോൾ അതാണ് കാര്യം. മാനിഫോൾഡിലും പറയത്തക്ക കാർബൺ ഡെപ്പോസിറ്റ് ഇല്ല, എന്നാലും ഒരു പകുതിയുള്ള ഒരു 50% മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കാണാനായിട്ട്. കണ്ടോ, ഇതിനകത്തുള്ള സ്ലഡ്ജും ഡെപ്പോസിറ്റ് എല്ലാം കഴുകി വൃത്തിയാക്കി സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് എടുക്കും. നമ്മളെല്ലാ വീഡിയോയിലും പറയുമ്പോൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെയാണ്. ഇനി ഡീസൽ ഉപയോഗിച്ച് കഴുകണം. ഈ ഒരു എർട്ടിഗയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ പുള്ളിയാണ് ഈ കാണുന്ന എഞ്ചിൻ പുള്ളി. 2 ബെൽറ്റാണ് വരുന്നത്. വാട്ടർ പമ്പ് ബെൽറ്റും അതുപോലെ തന്നെ ISG മോട്ടർ ബെൽറ്റും ഉണ്ട്. പിന്നെ ഫൗണ്ടേഷൻ 2 ഒരു ബ്രാക്കറ്റ്, പിന്നെ ഐഡിയൽ ബെയറിംഗ് 2 നമ്മൾ ഇളക്കി. ഈ 2 ഇളക്കിയാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇളക്കാൻ പറ്റത്തുള്ളൂ. ആക്സിൽ ഇളക്കി, ഗിയർ ഓയിൽ ചോർത്തിയിട്ടുണ്ട്. പിന്നെ വാക്കം ടാങ്ക് ഉണ്ട്. അതുകൊണ്ട് ഈ കാണുന്ന വാക്കം എയറിനെ വലിച്ചെടുത്ത് വെച്ച് ചെറിയൊരു ടാങ്കാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ 4 വീല് ഇളക്കി ബ്രേക്ക് പേഡെല്ലാം ചെക്ക് ചെയ്തു. ബ്രേക്ക് പേഡ് പകുതിയോളം ഓടാനുണ്ട്. അപ്പോൾ കസ്റ്റമറിനോട് പറഞ്ഞപ്പോൾ അടുത്ത സർവീസിൽ ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ ബ്രേക്ക് ഷൂ നമ്മൾ നോക്കിയപ്പോൾ പകുതി ഫ്രണ്ട് ബ്രേക്ക് പേഡ് പോലെ തന്നെ പകുതി ഓടാനുണ്ട്. ക്ലീൻ ചെയ്ത് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഹാൻഡ് ബ്രേക്കും സെറ്റ് ചെയ്യണം. എല്ലാം ഇതിനോടൊപ്പം 4 വീല് മൊത്തം ഇളക്കി സെറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ മാരുതിയുടെ ജെനുവൻ പാർട്സ് നമ്മൾ എടുത്തു. എല്ലാം നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു. ഈ കാണുന്ന പാക്കിംഗ്, ടൈമിംഗ് കവർ പാക്കിംഗ്, അതുപോലെ തന്നെ ടൈമിംഗ് ചെയിന്, 2 സ്പ്രോക്കറ്റ്, 2 ഗൈഡ്, അഡ്ജസ്റ്റർ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൽ ചെയിനിൽ വരുന്ന ആരോ മാർക്ക് ഫ്രണ്ടിലോട്ട് വരണം. നമ്മളിപ്പോൾ എന്ത് കാര്യം ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ എഞ്ചിൻ ഓയിൽ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ചെയിനിൽ എഞ്ചിൻ ഓയിൽ ആഡ് ചെയ്തു. ജസ്റ്റ് ഒരു 2 റൗണ്ട് ഒന്ന് കറക്കി. അപ്പോൾ നിങ്ങളുടെ ഒരു സംശയം തോന്നാം, പക്ഷേ പിസ്റ്റൺ ഇടിക്കത്തില്ല എന്ന്. പിസ്റ്റൺ ഇടിക്കത്തില്ല. പിസ്റ്റൺ 4 ഒരുപോലെയാണ് ഇതിൻ്റെ ടൈമിംഗ് വരുന്നത്. അപ്പോൾ 4 ഒരുപോലെ സെൻറ്ററിൽ കണക്കാക്കി നിൽക്കുമ്പോൾ വാൽവ് ഒരു കാരണവശാലും പിസ്റ്റൺ ഇടിക്കത്തില്ല. അപ്പോൾ നമുക്ക് ക്യാം എത്ര വേണോ നമുക്ക് കറക്കാൻ പറ്റും. അപ്പോൾ കറക്കി നമ്മൾ ടൈമിംഗ് ലോക്ക് ചെയ്തിട്ടുണ്ട്. അതായി കാണുന്ന ഫ്രണ്ടിലാണ് ടൈമിംഗ് ലോക്ക് ചെയ്യുന്നത്. ടൈമിംഗ് ഇവിടെ കാണുന്ന ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആരോ മാർക്ക് താഴോട്ട് കറങ്ങിയിട്ടുണ്ട്. അത് വേറെ ഒരു കുഴപ്പമില്ല. അതിങ്ങനെ കറങ്ങി റൊട്ടേഷനായി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അഡ്ജസ്റ്റർ ലോക്ക് നമ്മൾ എടുത്തു വിട്ടപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റർ ഇത്രത്തോളം മാത്രമേ തള്ളത്തുള്ളൂ. അടുത്ത 1,00,000 കിലോമീറ്റർ നിങ്ങൾ സുഖമായിട്ട് ഓടാമെങ്കിൽ ചെറുതായിട്ടേ തള്ളത്തുള്ളൂ.
കറക്റ്റ് എഞ്ചിൻ ഓയിൽ ചേഞ്ചിങ് ആണെങ്കിൽ മാത്രം. ഓയിൽ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാതെ തേഞ്ഞാണ് ഈ അഡ്ജസ്റ്റ് ഒരുപാട് തള്ളി നീങ്ങി വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹൈബ്രിഡ് വണ്ടിയിൽ വാട്ടർ പമ്പ് ഇളക്കേണ്ട കാര്യമല്ല, ഇളക്കി മാറ്റേണ്ട കാര്യമല്ല. അതിന് സൈഡിൽ കൂടി നമുക്ക് ടൈമിംഗ് കവർ ഇളക്കിയെടുക്കാം. പക്ഷേ ഇതിൽ ഭയങ്കര പാടെന്ന് വെച്ചാൽ ഈ ഒരു IST മോട്ടറും അതിൻ്റെ സൈഡിൽ വരുന്ന ക്ലാമ്പും കാര്യങ്ങളെല്ലാം ഇളക്കി മാറ്റിയാൽ മാത്രമേ നമുക്ക് ഒരു ചെയിൻ ഇളക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ. ചെയിൻ ഇളക്കണമെങ്കിലും ഈ കാണുന്ന ആക്സിൽ വരെ നമുക്ക് ഊരണം. ഗിയർ ഓയിൽ, ആക്സിൽ എല്ലാ കാര്യങ്ങളും ചോർത്തി വിട്ടതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇളക്കി സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാം ഓക്കെയാണ്. ഇനി ടൈമിംഗ് കവർ സെറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ക്രാങ്ക് കേസ്, ഫൗണ്ടേഷൻ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യണം. ഓക്കെ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഹൈബ്രിഡ് വാഹനങ്ങളിൽ 2 വാഷർ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന സ്പ്രോക്കറ്റിൻ്റെ അവിടെ ഫ്രണ്ടിലൊരു വാഷറുണ്ട്, അതുപോലെ തന്നെ ബാക്ക് സൈഡിലൊരു വാഷറുണ്ട്. രണ്ടും പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യണം. അതാണ് ഇതിൻ്റെ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റാണ് വരുമ്പോൾ. ഈ IST മോട്ടറിൻ്റെയും അതുപോലെ തന്നെ ഡ്രൈവ് പുള്ളിയുടെയൊക്കെ കറക്റ്റ് അലൈൻമെൻറ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു വാഷർ കറക്റ്റായിട്ട് ഇടണം. അതുകൊണ്ടാണ് ഈ ഒരു വാഹനങ്ങളിൽ വാഷർ കൊടുത്തിട്ടുള്ളത്. സാധാ സ്വിഫ്റ്റിനൊന്നും ഇങ്ങനെ വാഷർ കൊടുക്കത്തില്ല. അങ്ങനെ വർക്ക് ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയി. നമ്മൾ രാവിലെ 8 മണിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം മണി 4 മണിയായിട്ടുണ്ട്. ഇത് നമ്മൾ 3 പേരാണ് ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർത്തതെന്ന് പറയാനായിട്ട്. ഇന്ന് വേറെ ബുക്കിംഗ് ഒന്നും എടുത്തില്ല, ഈ ഒരു ഒറ്റ വണ്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മളെ പ്രതീക്ഷിച്ച് ബാംഗ്ലൂരിൽ നിന്ന് ഓടി വന്നൊരു വാഹനം ആയതുകൊണ്ട് തിരിച്ചവർക്ക് പോകണം. പക്ഷേ അവർക്ക് തമിഴ്നാട് രാജപ്പാളയം എന്ന് പറയുന്ന സ്ഥലത്ത് അവർക്ക് റിലേറ്റീവ്സ് ഉണ്ട്. അങ്ങനെ അവിടെ കുറച്ച് പേരെ ഇറക്കിയിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ പിറ്റേ ദിവസം തിരിച്ച് പോകണമെന്ന് പറഞ്ഞു. ചെറിയൊരു ഫംഗ്ഷൻ വന്നതാണ്. അപ്പോൾ നമ്മൾ ആളെ വെയിറ്റ് ചെയ്യിപ്പിച്ചില്ല. 2 ദിവസത്തെ വർക്കാണ്. 2 ദിവസം 3 ദിവസം എടുക്കും ഇത്രയും വർക്ക്. നമ്മൾ 3 പേര് ഒരുപോലെ നിന്ന് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. രാവിലെ 8 മണിക്ക് തുടങ്ങി 4 മണിക്ക് വർക്ക് കംപ്ലീറ്റ് ആയി. നമ്മളിനി ഒരു അരമണിക്കൂറും കൂടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് വെച്ചാൽ ക്രാങ്കേഴ്സിലെ പശ ഉണങ്ങി നമ്മളിപ്പോൾ 12 മണിക്ക് വെച്ചിട്ടുണ്ട്. 4.5 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വാഹനം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചു, ഓയിൽ ഫിൽറ്റർ ഇട്ടു, കൂളൻ്റ് 3 ലിറ്റർ ഒഴിച്ചു, ഡിസ്റ്റിൽ വാട്ടർ ഒഴിച്ചിട്ടുണ്ട്, എയർ ഫിൽറ്റർ മാറിയിട്ടുണ്ട്, പിന്നെ AC ഫിൽറ്റർ മാറി. ഗിയർ ബോക്സ് ഓയിൽ മാറിയിട്ടില്ല. സംഭവം എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കിലോമീറ്ററിൻ്റെ സർവീസ് കമ്പനിയിൽ നിന്ന് ചെയ്തു. നമ്മൾ ഗിയർ ബോക്സ് ചോർത്തി നോക്കിയപ്പോൾ പുതിയതാണ്. അപ്പോൾ അതിനെ തിരിച്ചൊഴിച്ചിട്ടുണ്ട്, ക്ലീൻ ചെയ്ത്. പിന്നെ ഡീസൽ ഫിൽറ്റർ മാറിയിട്ടുണ്ട്. നമ്മളല്ല, 1 ലക്ഷം കിലോമീറ്ററിൻ്റെ സർവീസിൽ. അപ്പോൾ ഞാൻ അടുത്ത 20 മാറ്റിയാൽ മതി ഡീസൽ ഫിൽറ്ററും ഗിയർ ഓയിലൊക്കെ. ഇപ്പോൾ ഫ്ലൂയിഡ് ചെക്ക് ചെയ്ത് 4 വീല് ബ്രേക്കായി. നമുക്കിതിലൊരു കാര്യമുണ്ട്, നമുക്ക് പെട്ടെന്നുള്ള ഇതായതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ അവധിയായിരുന്നു, മെയ് 1 ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് SHVs ബെൽറ്റ് നമുക്ക് കിട്ടിയില്ല. അത് കസ്റ്റമറിനോട് നമ്മൾ പറഞ്ഞു, പെട്ടെന്നുള്ള വരവായതുകൊണ്ട് ബെൽറ്റ് കിട്ടിയില്ല, ഒരിടത്തും സ്റ്റോക്കില്ല. അപ്പോൾ അത് ഓർഡർ ചെയ്ത് 2 ദിവസത്തിനകത്ത് സാധനം എത്തുള്ളൂ. അവർക്ക് അത്ര വെയിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇല്ല. അപ്പോൾ ബെൽറ്റ് നമ്മൾ പഴയതിട്ടു. പിന്നെയെന്ന് പറഞ്ഞാൽ വാട്ടർ പമ്പ് ബെൽറ്റ് നമ്മൾ പുതിയതിട്ടിട്ടുണ്ട്. ഈ കാണുന്ന ബെൽറ്റ് പുതിയത് കിട്ടി. പിന്നെ ടൈമിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും കിട്ടിയായിരുന്നു. അതുപോലെ തന്നെ PCBയുടെ ഹോസ് നമ്മൾ മാറി. ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, AC ഫിൽറ്റർ, ഓയിൽ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ വർക്ക് ഇനി നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് കഴിഞ്ഞ് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വാഹനം 20 കിലോമീറ്റർ ഓടിച്ച് നോക്കി ഫാൻ കറങ്ങുന്ന നേരം നമ്മൾ വിട്ടിരിക്കും. അതിനുശേഷം മാത്രമേ വാഹനത്തിന് കസ്റ്റമറിനോട് ഞാൻ വിടത്തുള്ളൂ. അപ്പോൾ അവർക്ക് ഇത്രയും ദൂരം ഇനി ഓടാനുള്ള വാഹനം ആയതുകൊണ്ട് നല്ലതുപോലെ കെയർ ചെയ്തിട്ടാണ് ഞാൻ വാഹനം തിരിച്ചു വിടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി കൂളൻ്റ് ലീക്ക് നോക്കണം, എഞ്ചിൻ ഓയിൽ ലീക്ക് നോക്കണം. നമ്മളെ പ്രതീക്ഷിച്ച് ഇത്രയും ദൂരം ഓടി വരുമ്പോൾ അത്രത്തോളം കെയർ ചെയ്ത്, സത്യം പറഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് പോലും കഴിക്കാതെയാണ് ഈ ഒരു വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തത്. എന്നുവെച്ചാൽ വിളിച്ച് ബുക്ക് ചെയ്ത് വന്നപ്പോൾ ഇത്രയും 2 ദിവസത്തെ വർക്ക് നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ നമുക്ക് വർക്ക് തീർത്തത്. ഇനി നമുക്ക് വാഹനം ഒരു കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ പശയൊക്കെ ക്രാങ്കേഴ്സൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ ഒട്ടിച്ചു. ഒരു 4.5 മണിക്കൂറായിട്ടുണ്ട്. നല്ലതുപോലെ പശയൊക്കെ നല്ല ഉണങ്ങി സെറ്റായി ക്ലീൻ ചെയ്ത് പ്രോപ്പറായിട്ട് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വാഹനത്തിന് SHVs ആയതുകൊണ്ട് ഈ ഒരു ടൈമിംഗ് ചെയിനും EGR മാനിഫോൾഡൊക്കെ ഇളക്കണമെങ്കിൽ ഈ ഒരു IST മോട്ടർ, ഈ വലിയൊരു മോട്ടർ ഇളക്കി മാറ്റിയാലേ ഇത് കുറച്ച് ചടങ്ങാണ്. പിന്നെ സാധാ സ്വിഫ്റ്റ് പോലെ അല്ല, കുറച്ച് റേറ്റും കൂടുതലാണ്. അതായത് കാണുന്ന IST മോട്ടർ ഉണ്ടോ, അത് കുറച്ച് വലിപ്പം കൂടുതലാണ്. അത് ഇളക്കണമെങ്കിലും കുറച്ച് പാടാണ്. ഇതൊക്കെ ഇളക്കണമെങ്കിൽ റാമ്പ് തന്നെ വേണം, റാമ്പ് അല്ലെങ്കിൽ ലിഫ്റ്റ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തീരേണ്ടവർക്ക് 3-4 ദിവസം പിടിക്കും. അതാണ് ഇതിൻ്റെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ EGRൻ്റെ ഹോസും കാര്യങ്ങളും ലൈനും എല്ലാം സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പെട്ടെന്നുള്ള വർക്ക് ആയതുകൊണ്ട് വീഡിയോ പ്രോപ്പറായിട്ട് നമുക്ക് എല്ലാം എടുക്കാൻ കഴിഞ്ഞില്ല. എന്നാലും നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ ക്ലിയർ ചെയ്ത് കസ്റ്റമർ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. രാവിലെ തൊട്ട് നമ്മളിവിടെ തന്നെ അവരും ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. അവർക്ക് തിരിച്ച് പോകണം, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാം ഓക്കെയാണ്. ഇനി വാഹനം ഒന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ടോട്ടൽ ഒരു 5 മണിക്കൂർ നമ്മൾ ക്രാങ്കേഴ്സ് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ പെട്ടെന്ന് തന്നെ പശ ഉണങ്ങുന്നതാണ്. നമ്മൾ പശ ഒന്ന് തുറന്ന് വെച്ചാൽ തന്നെ കട്ട പിടിച്ച് അപ്പോഴേ തന്നെ ആവും. ഒരു മണിക്കൂറിനകത്ത് ഇപ്പം 5 മണിക്കൂറായി നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് നല്ല സ്മൂത്ത് സൗണ്ടാണ്. കമ്പനി എങ്ങനെ ഇറങ്ങുന്നു അതുപോലത്തെ സ്മൂത്ത് സൗണ്ടാണ്. കൂളൻ്റ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ അടി സൈഡിലാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ട്. നല്ല വർക്കിംഗ് ആണ്. ഇനി നമ്മൾ ലീക്കും കാര്യങ്ങളെല്ലാം നോക്കണം. 20 കിലോമീറ്റർ ഓടിച്ച് നോക്കിയിട്ട്
പശയൊക്കെ നല്ല സെറ്റായി കേട്ടോ, നല്ല രീതിക്ക് ഉണങ്ങി സെറ്റായിട്ടുണ്ട്. ഗമ്മ് ഇതിന് പാക്കിംഗ് വരത്തില്ല, ക്രാങ്ക് കേസിൽ പശ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉണങ്ങാൻ ഒരു 5 മണിക്കൂറെങ്കിലും നമ്മൾ സമയം ഏതൊരു വാഹനത്തിനായാലും കൊടുക്കണം. നൈറ്റ് ഒട്ടിച്ചിട്ട് പിറ്റുന്നെടുത്താലും നല്ല രീതിക്ക് ഉണങ്ങിക്കോളും. പക്ഷേ ഇപ്പം ഈ ഒരു പകൽ സമയത്ത് ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് നല്ല രീതിക്ക് പെട്ടെന്ന് ഉണങ്ങുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാം ഓക്കെയാണ്. ഈ ഒരു ബെൽറ്റ് കസ്റ്റമർ പിന്നീട് മാറാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബെൽറ്റും കൂടി കിട്ടിയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. ബെൽറ്റ് മാറാൻ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ കസ്റ്റമർ മാറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീഡിയോ. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ മറന്നുപോകാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ഒരു ദിവസം കൊണ്ട് ടൈമിംഗ് ചെയിനിങ് വിചാരം ചെയ്ത് തരുമോ എന്ന് ചോദിക്കും. പക്ഷേ ഇത്രയും ബാംഗ്ലൂരിൽ നിന്ന് ഓടി വന്നതുകൊണ്ടാണ്, തലേ ദിവസം വിളിച്ച് ബുക്ക് ചെയ്തതുകൊണ്ടാണ് ഒരു ദിവസം കൊണ്ട് ഞാൻ ഈ ഒരു വാഹനം തിരിച്ച് കൊടുത്തു വിടുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ വാഹനത്തിന് ഇവിടെ വേറെ തിരക്കില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു ദിവസം കൊണ്ട് ചെയ്ത് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ 2 ദിവസം പ്രോപ്പറായിട്ട് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ മറന്നുപോകാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.